Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫ്രഞ്ച് മിനി കേക്ക് അല്ലെങ്കിൽ കുക്കിയായ മാഡ്ലിൻസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. മാഡ്ലിൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ കേക്കാണ്. അത് നമ്മൾ കേക്കായിട്ടും കുക്കിയായിട്ടും ഒക്കെ ഇതിനെ പറയപ്പെടും. കാരണം അതിൻ്റെ പുറത്തൊരു ക്രിസ്പ് ടെക്സ്ചറും അകത്ത് കേക്ക് പോലെ നല്ല സോഫ്റ്റ് ടെക്സ്ചറാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ടീ ടൈം സ്നാക്കായിട്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് കോഫിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബോളിലേക്ക് എടുക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 100 ഗ്രാം മൈദ, 100 ഗ്രാംസ്, അപ്പോൾ ഒരു 3/4 കപ്പ് വരും, 3/4 കപ്പ് മൈദ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ചെറിയൊരു പിഞ്ച് ഉപ്പ്, 1/8 ടീസ്പൂൺ ഉപ്പ്. ഇത് മൂന്നും കൂടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വയബിസ്ക് വെച്ച് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പയിലൊന്ന് തള്ളിയെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഒരു വലിയ ബോൾ എടുക്കുക, അതിലേക്ക് 2 മുട്ട ചേർക്കാം. 2 വലിയ മുട്ടയാണ്. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നമ്മൾ ഒരു 1/2 കപ്പിൻ്റെ 3/4 എടുത്ത് വെക്കുക. ഗ്രാജുവലി നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക, നന്നായിട്ട് എറേറ്റ് ചെയ്യുക. മുട്ട ഇതേപോലെ ഒന്ന് മിക്സായി കഴിയുമ്പം ഷുഗർ ഗ്രാജുവലി ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മാഡ്ലിൻസ് ഉണ്ടാക്കുമ്പോൾ നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 to 5 മിനിറ്റ്സോളം നമ്മൾ ബീറ്റ് ചെയ്യും. ഏകദേശം ഒരു 5 മിനിറ്റോളം ബീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല വെള്ള കളറായി, വൈറ്റായി, നല്ല തിക്കായിട്ട്, അതിൻ്റെ ട്രെയിൽസ് നല്ല തിക്കായിട്ട് വീഴും. ഇതേപോലെ കിട്ടും. ഈ ഒരു സ്റ്റേജ് ആകുമ്പം ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മൈദ ചേർക്കാം. അപ്പം നിങ്ങൾക്ക് ലൈമിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലെമൺ സെസ്റ്റ് ചേർക്കാം, നാരങ്ങയുടെ തൊലി ചിരണ്ടിയിടാം. ഇത് ലൈറ്റായിട്ട് ഫോൾഡിങ് ചെയ്യുക. നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത എയർ കളയാതെ ചെറുതായിട്ട് ഫോൾഡിങ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ബാറ്റർ കാണുമ്പോഴേ അറിയാം വളരെ ലൈറ്റായിട്ടുള്ളൊരു ബാറ്ററാണ്. നല്ല മുട്ട നന്നായിട്ട് പതച്ചത് കൊണ്ട്. ഇവിടെ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബട്ടർ ആദ്യം തന്നെ ഉരുക്കി വെക്കുക. ചെറിയ ചൂടോടെ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ, വലിയ ചൂട് പാടില്ല, ചെറിയ ചൂടോടെ ഒഴിക്കാം. അത് ഇതിനകത്തേക്ക് ഫോൾഡിങ് ചെയ്യുക. ബട്ടറും ഇതിനകത്തേക്ക് ഫുള്ളി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോൾഡിങ് സ്റ്റോപ്പ് ചെയ്യാം. മാഡ്ലിൻസ് നമ്മൾ സാധാരണ കേക്ക് പോലെ നേരെ ബേക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. 1 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മാഡ്ലിൻ ട്രേ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഷെൽ ഷേപ്ഡ് ആയിട്ടുള്ള ട്രേ ആണ് മാഡ്ലിൻ ട്രേ. ഇതിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരു മാറ്റി വെക്കാം. നമ്മുടെ ഈ ബാറ്റർ 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ചില്ല് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. നല്ല തിക്കായിട്ടുണ്ടാവും. നമ്മുടെ മാഡ്ലിൻ ട്രേയിലേക്ക് സ്കൂപ്പ് ചെയ്തിടാം.
ഓരോ സ്പൂണായിട്ട് എടുത്ത് ഇടാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാറാകുമ്പോൾ 1 hourന് ഒരു 10 മിനിറ്റ് മുമ്പ് അവൻ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തിടുക. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടുക. നല്ല ചൂടായ അവനിൽ വെച്ചിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്. അപ്പം നല്ല തണുപ്പിൽ നിന്ന് എടുത്ത് നല്ല ചൂടിലേക്ക് ഒരു തെർമൽ ഷോക്ക് കൊടുത്താണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. നമ്മളിത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ എയറേഷൻ കൊടുത്തത് കളയാതിരിക്കാനായിട്ടാണ്. ജസ്റ്റ് സ്കൂപ്പ് ചെയ്ത് മാത്രമേ ഇടുക. അത് അവനിലിരിക്കുമ്പോൾ അത് തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഈ റെസിപ്പി നമുക്കൊരു 18 മാഡ്ലിൻസ് ആണ് കിട്ടുക. ഇതിപ്പോൾ ഒരു 12 എണ്ണം ഉണ്ട്. ഇനി ഒരു 6 എണ്ണം ഉണ്ടാക്കാനായിട്ടും ഉണ്ടാവും. ഇത് നല്ല ചൂടായ അവനിൽ വെച്ചിട്ട് ഒരു 8 to 12 മിനിറ്റ്സ് ആണ്. 8 മിനിറ്റ്സ് കൊണ്ട് മോസ്റ്റ്ലി ആവും. ചില അവനിലൊക്കെ ഒരു 12 മിനിറ്റ് സമയം എടുക്കും. എൻ്റെ അവനിൽ എനിക്കൊരു 9 മിനിറ്റ് സമയമാണ് എടുത്തത് ബ്രൗൺ ആവാനായിട്ട്. പിന്നെ ഇതേപോലെ ഒരു ഹംപ് ഫോം ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തണുപ്പിച്ചിട്ട് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നത്. ഒരു തെർമൽ ഷോക്ക് കൊടുത്ത് ബേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡോം പോലെ കിട്ടുന്നത്. ഇതിന് ഹംപ് എന്ന് പറയും, അല്ലെങ്കിൽ ബെല്ലി എന്ന് പറയും. ഇതേപോലെ കിട്ടണം. ഇതെല്ലാം ഒന്ന് അപ്സൈഡ് ഡൗൺ ഇടാം. അപ്പോൾ മാഡ്ലിൻസ് നമ്മൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുന്നതാണ്. നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കാസ്റ്റർ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സിനമണും ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് സ്പ്രിങ്കിൾ ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ അകം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പുറം നല്ലൊരു ക്രിസ്പ് ടെക്സ്ചർ ആയിരിക്കും. ഇതുണ്ട്, ഇതേപോലെ നല്ല ഭയങ്കര സോഫ്റ്റാണ്, വളരെ ലൈറ്റാണ്, പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ നല്ലൊരു ബട്ടർ, കഴിക്കുമ്പോൾ നല്ലൊരു ബട്ടർ ഫ്ലേവറാണ്. ഇത് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഉണ്ടാക്കുന്ന ദിവസം തന്നെ ഫ്രഷായിട്ട് സെർവ് ചെയ്യേണ്ട ഒരു സ്നാക്കാണ് ഈ മാഡ്ലിൻസ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.